അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഗവർണർ അയാൾ ഒരു ഡെമോക്രാറ്റ് പാർട്ടിക്കാരനാണ്. ഒരുപക്ഷെ അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഫൈലാണ് ഈ കാലിഫോർണിയയിലെ ഗവർണർ. അയാളെ ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ അയാൾ പറയുന്ന കാര്യമുണ്ട്. പെൺകുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കൊല്ലാനാണോ അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ മണി ഈ ട്രംപ് സർക്കാർ ഉപയോഗിക്കുന്നത്? ഓക്കെ, അവിടെ പൊളിറ്റിക്സ് ആണ്. ഒരുപക്ഷെ ഈ ഡെമോക്രാറ്റുകൾ വന്നാലും ജോ ബൈഡനും വലിയ വ്യത്യാസമൊന്നുമല്ല. എന്നിരുന്നാലും അമേരിക്കയിലെ ഒരു ഗവർണർ, കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പോലും ഇത് ഒരു വാർത്തയാക്കുമ്പോൾ ആ വാർത്തയുടെ കമന്റ് ബോക്സുകളിൽ മുഴുവൻ അതൊരു വലിയൊരു തെറ്റാണ്, വലിയൊരു കുറ്റമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു എന്താ പറയാ ഒരു ക്രൂരതയാണ് എന്ന വിധത്തിലുള്ള കമന്റുകളാണ് ഈ CNN-ന്റെയും ഫോക്സ് ന്യൂസിന്റെയും ഒക്കെ കമന്റ് ബോക്സുകൾ കാണുന്നത്. ഇറാനിൽ 165 കുട്ടികൾ കൊല്ലപ്പെട്ട ആ ഒരു വിഷയം ഞാൻ പറയാൻ വരുന്നു. ഇത് പറയാൻ കാരണം മറ്റൊന്നുണ്ട്. കുറച്ച് നേരത്തെ ഞാനിങ്ങനെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വൈഫ് പറഞ്ഞു വെച്ചാല് യൂട്യൂബിൽ 165 കുട്ടികൾ മരണപ്പെട്ട വാർത്തയുടെ കമന്റ് ബോക്സിൽ കണ്ട കമന്റിന്റെ ഭീകരത കണ്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിസ്സാരമായിട്ട് സാധാരണ എന്ന് പറഞ്ഞു, അതിപ്പോ കുറെ നാളായിട്ട് അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. മലയാളത്തിലുള്ള കമന്റ് എന്ന് പറഞ്ഞു. ഞാനും മലയാളത്തിലുള്ള കമന്റ് കുറെ നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ ഇത്തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് വരുന്നത്. സംഖ്യകളും കൃസംഖ്യകളും ഒറിജിനൽ ഐഡിയിലും ഫേക്ക് ഐഡികളിലും ഇങ്ങനെ ഈ ഗാസയിലും ഈ പറയുന്ന പലസ്തീനിലൊക്കെ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ മരണത്തിൽ പോലും അവർ ആനന്ദം കണ്ടെത്തുന്നു, ആഹ്ലാദം കണ്ടെത്തുന്നു, അവർക്ക് സന്തോഷിക്കാനില്ല വക കിട്ടുന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള ഭീകരത ഒന്ന് ഓർത്തു വെക്കുന്ന നല്ലതായിരിക്കും. അത് ഇവരൊക്കെ നമ്മളെ ചുറ്റും താമസിക്കുന്ന ആളുകളാണ്. ഇവർ ഐഡിയകൾ ഒരു പക്ഷേ ഫേക്ക് ആയിരിക്കാം, പക്ഷെ അതിന് പിന്നിൽ ഒരു നാച്ചുറൽ പേഴ്സൺ ഉണ്ട്. അതൊരു പക്ഷെ നമ്മളെ അയൽവാസിയാവാം, നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാകാം, നമ്മളെ കോളേജിൽ പഠിച്ച ആളുകളാകാം. അവരൊക്കെ ആ തന്നെയാവും. ഒറിജിനൽ ഐഡിയുള്ളവരും ഒറിജിനൽ ഐഡി ഇല്ലാത്തവരൊക്കെയാണ് ഇത്തരം വിഷം തുപ്പുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭീകരത വളരെ ആശ്ചര്യത്തിന്റെ വൈഫ് പറഞ്ഞത് ഞാൻ കുറെ നാളെ ഇത് കണ്ടുകൊണ്ട് ഇത് എനിക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നില്ല എന്ന് വെച്ചാൽ അമേരിക്കയിൽ പോലും ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതിന്റെ പ്രശ്നം അതൊരു കൊളാറ്ററൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ തള്ളാൻ പറ്റിയ വിഷയമല്ല, അത് വലിയൊരു കുറ്റം തന്നെയാണ് എന്നുള്ള വിധത്തിലുള്ള കമന്റുകൾ റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവികളിൽ നിന്ന് പോലും വരുമ്പോൾ നമ്മളെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ സംഘികളും ക്രിസ്ത്യങ്ങളും മാത്രമല്ല, ഈ ഞാൻ സംഘിയല്ല പക്ഷേ സുമേഷ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ പോലും അത്തരത്തിലുള്ള അതിനെ കൈയടിക്കും, ഒരു ലൈക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കും, അതിനെ ആഹ്ലാദം കണ്ടിട്ട് ഈ കുമ്മോജി കിട്ടുന്ന കാണുമ്പോൾ ഈ നാട് എവിടെ എത്തിയെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് കുട്ടികൾ കൊല്ലപ്പെടുന്ന പറയുമ്പോൾ കുട്ടികൾ പെൺകുട്ടികൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ക്ലാസ് സമയം നടക്കുന്ന സമയത്ത് അന്ന് സംഭവിച്ചത്. അതിനെയാണ് ഇവർ ആഹ്ലാദിക്കാണ് ഇവർക്ക് ഒരു വക നിൽക്കുന്നത്. ആലോചിക്കുക. അപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, സംഖ്യകളിൽ നല്ല സംഖ്യ എന്ന് പറഞ്ഞ സാധനമില്ല. നല്ല സംഖ്യ ഉണ്ടെങ്കിൽ അത് ചത്ത സംഖ്യയാണ്.